ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന പോലത്തെ സ്ക്വയർ ഷേപ്പ് നല്ല അടിപൊളി ചെടിച്ചട്ടി എങ്ങനെ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ സ്വന്തമായിട്ട് തയ്യാറാക്കാം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോയേക്കാം. ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അച്ചായിട്ട് യൂസ് ചെയ്യുന്നത് ഇതിനകത്തേക്ക് പഴയ ഓയിൽ അല്ലെങ്കിൽ എണ്ണ തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. സിമന്റ് പൊട്ട് പെട്ടെന്ന് വിട്ടു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓയിൽ തേച്ച് കൊടുക്കുന്നത്. ഉൾവശത്ത് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നല്ലോണം ഓയിൽ തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഒരേപോലെ ഓയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും കുറേശ്ശെ സിമന്റ് പൊടി വിതറി കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ സിമന്റ് പൊടി വിതറി കൊടുക്കുന്നത് എന്തിനാണെന്നാൽ നമ്മൾ ഇതിനുശേഷം ഗ്രൗട്ട് ഒഴിക്കുമ്പോൾ ഗ്രൗട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേശ്ശെ സിമന്റ് പൊടി വിതറി കൊടുക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് സിമന്റ് പൊടി ഇട്ട് കൊടുത്ത് വെള്ളവും ചേർത്ത് ഗ്രൗട്ട് കലക്കി എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഗ്രൗട്ട് കലക്കി എടുക്കുന്നത് നമ്മുടെ ചെടിച്ചട്ടിക്ക് ഫസ്റ്റ് ലെയർ എന്ന പോലെ ഒരു ഫിനിഷിംഗ് കോട്ടിംഗ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വെള്ളം ആവശ്യത്തിന് മാത്രം ചേർത്ത് വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ വേണം ഗ്രൗട്ട് മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഗ്രൗട്ട് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഗ്രൗട്ട് ഒഴിച്ചതിന് ശേഷം ചെടിച്ചട്ടി ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ അകത്തെ ഗ്രൗട്ട് എല്ലാ ഭാഗത്തും പിടിക്കുന്നതാണ്. അതിനുശേഷം കുറച്ച് സിമന്റ് പൊടി ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും വിതറി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഞാൻ ഇതേപോലെ ഒരു ചട്ടിയിലേക്ക് ഒരു 6 ചിരട്ട മണലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 ചിരട്ട സിമന്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2:1 എന്ന കണക്കിൽ നമുക്ക് സിമന്റും മണലും ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് സിമന്റും മണലും കൂടി ഈ കാണിക്കുന്ന പോലെ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ കുറേശ്ശെ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്. വെള്ളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ കുറേശ്ശെ തളിച്ചു കൊടുത്ത് മാത്രം മിക്സ് ചെയ്ത് എടുക്കുക. വീഡിയോ ലെങ്ത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യുന്ന ഭാഗമെല്ലാം കുറച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ ഒരു പൊടിപ്പരുവത്തിന് വേണം നമ്മുടെ ചാന്ത് മിക്സ് ആയിട്ട് വരേണ്ടത്. ഇത് കുറേശ്ശെ എടുത്ത് നമ്മുടെ പ്ലാസ്റ്റിക് പോട്ടിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആദ്യമേ നമ്മുടെ പോട്ടിന്റെ 4 കാല് വരുന്ന ഭാഗവും ഫില്ല് ചെയ്ത് എടുക്കേണ്ടതാണ്. നിങ്ങൾക്കും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു പോട്ട് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പോട്ട് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ ഭാഗത്തും ഒരേ അളവിൽ തന്നെ ചാന്തിട്ട് ഫില്ല് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചാന്ത് ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഒടിഞ്ഞൊരു തവിയുടെ വായ്ഭാഗമാണ്. ഇത് വെച്ചാണ് ഞാൻ അടിവശം തേച്ച് ലെവൽ ചെയ്ത് എടുക്കുന്നത്. നിങ്ങൾക്കും ഇതുപോലെ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് പിന്നെ തേച്ച് ലെവൽ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിത്തറ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് വശങ്ങളെല്ലാമാണ് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് പോട്ട് ഇതേപോലെ ചരിച്ച് വെച്ച് ചാന്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. പോട്ട് ഇങ്ങനെ ചരിച്ച് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കൊച്ചുകുട്ടിക്കും ഇത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ ചാന്ത് എല്ലാ വശങ്ങളിലും ഒരേ അളവിൽ തന്നെ ഇട്ട് കൊടുക്കേണ്ടതാണ്. എല്ലാ വശങ്ങളിലും ഒരേ അളവിൽ തന്നെ ചാന്ത് ഇട്ട് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
എല്ലാ ഭാഗത്തും ഒരേ അളവിൽ തന്നെ ചാന്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലത്തെ ഒരു തേപ്പ് കരണ്ടി ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ തേച്ച് ലെവൽ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് ബാക്കി 3 സൈഡും ചെയ്തെടുക്കേണ്ടത്. ഈ ഒരു വശം കൂടി ചെയ്യുന്നത് നിങ്ങൾക്കായി കാണിച്ചു തന്നതിന് ശേഷം ബാക്കി 2 വശങ്ങൾ ചെയ്യുന്നത് വീഡിയോ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ബാക്കി 2 വശങ്ങളും ചെയ്തെടുക്കേണ്ടത്. വീഡിയോയുടെ സമയദൈർഘ്യമെല്ലാം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഭാഗമെല്ലാം ഇനി കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം തേച്ച് ലെവൽ ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് തെളിഞ്ഞു വരുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ 4 വശങ്ങളും ഇതേപോലെ തന്നെ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഫിനിഷിങ് ഉൾവശത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു കരണ്ടി ഉപയോഗിച്ച് തേച്ച് ലെവൽ ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ ടോപ്പ് സൈഡ് വശങ്ങളെല്ലാം തന്നെ ഒന്ന് ലെവൽ ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു ടെയിലിൻ്റെ പീസ് എടുക്കാവുന്നതാണ്. ടെയിലിൻ്റെ പീസ് എടുത്ത് ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ മുകൾ വശത്ത് വെച്ചതിന് ശേഷം കുറച്ച് ചാന്ത് ഇട്ട് കൊടുത്ത് തേച്ച് ലെവൽ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാ വശങ്ങളും ഒരേ അളവിൽ കൃത്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ 4 വശങ്ങളും ഒരേ അളവിൽ തന്നെ തേച്ച് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതേ ലെവലിൽ തന്നെ ടൈലിൻ്റെ പീസ് വെച്ച് എല്ലാ വശങ്ങളിലും നമുക്ക് ഗ്രൗട്ട് തേച്ച് എടുക്കാവുന്നതാണ്. മുകളിലത്തെ ഫിനിഷിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗ്രൗട്ട് തേച്ച് എടുക്കുന്നത്.
അപ്പോൾ എല്ലാ വശങ്ങളും ഒരേപോലെ തന്നെ നമ്മൾ തേച്ച് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയുടെ വർക്ക് ഏകദേശം ഇവിടെ ഫിനിഷായി കഴിഞ്ഞു. ഇനി ഇതേപോലത്തെ ഒരു പൈപ്പിന്റെ പീസ് ഉപയോഗിച്ച് വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. പൈപ്പ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കി ഹോൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്കിത് 24 മണിക്കൂർ ഒന്ന് സെറ്റ് ആവാൻ വെക്കേണ്ടതുണ്ട്. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോട്ട് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കമത്തി വെച്ച് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പ്ലാസ്റ്റിക് പോട്ടിൽ നിന്നും സിമന്റ് പോട്ട് പെട്ടെന്ന് വിട്ടു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ ഒരു തടിയുടെ പീസോ മറ്റോ ഉപയോഗിച്ച് ഇതേപോലെ തട്ടി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ വേർപെടുത്തി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സിമൻറ്റ് പോട്ട് ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം സെറ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് 2 ദിവസം വെള്ളത്തിലിട്ട് വെക്കേണ്ടതുണ്ട്. രണ്ട് ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ പോട്ട് വൈറ്റ് സിമൻറ്റ് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പെയിൻറ് അടിച്ച് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ വാട്ടർ പെയിൻ്റാണ് അടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട കളർ അടിച്ച് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.